RSS എന്താണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. അത് ഫാസിസ്റ്റ് സ്വഭാവമുള്ള ശക്തിയാണ്. ആ ശക്തി ഭരണകൂടത്തിൻ്റെ നാനാ കോണുകളിലേക്ക്, നാനാ മേഖലകളിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച അവസരത്തിൽ അതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് ജനതാ പാർട്ടിക്കകത്ത് RSSനെതിരായിട്ട് നിൽക്കുന്ന മതനിരപേക്ഷവാദികൾക്ക് പിന്തുണ കൊടുക്കാനാണ് CPIM തീരുമാനിച്ചത്. അപ്പോൾ കോൺഗ്രസിൻ്റെ സ്വേച്ഛാധികാര വാഴ്ചയെ പുറത്താക്കുന്നതിന് വേണ്ടി ജനതാ പാർട്ടി എന്ന സംവിധാനത്തിന് പിന്തുണ കൊടുക്കുന്ന CPMൻ്റെ നിലപാട് ശരിയാണ്. അതേസമയം അതിനകത്ത് RSSും അല്ലാത്തവരും തമ്മിലുള്ള ഭിന്നത വന്നപ്പോൾ അതിന് പിന്തുണ കൊടുത്ത നിലപാടും ശരിയാണ്. മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി RSSനെ ഒറ്റപ്പെടുത്താനാണ് അത് അന്ന് തീരുമാനമെടുത്തത്. അപ്പോൾ തികച്ചും ശരിയായിട്ടുള്ള ആ നിലപാടിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് CPIM RSSുമായിട്ട് സഹകരിച്ചു എന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ആ തെറ്റിദ്ധാരണയൊക്കെ ഗോവിന്ദൻ മാഷയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടു കൂടി അവസാനിപ്പിക്കേണ്ടതാണ്. പക്ഷേ അതിനുശേഷവും മാധ്യമങ്ങൾ ഇത്തരമൊരു പ്രചരണം വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ചരിത്രത്തിൻ്റെ എല്ലാ വശങ്ങളും അദ്ദേഹം വിശദീകരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് യാതൊരു വാദഗതിയും ഉന്നയിക്കാൻ UDFനോ CPM വിരുദ്ധ ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്കോ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.